ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും ഒരു ജീവിതമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മൾ പരത്തുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പൗരോഹിത്യം, സന്യാസം. അവർക്കൊന്നുമില്ല. അയ്യോ പാവങ്ങള്, നഷ്ടം, മുഴുവനും നഷ്ടം. ആരുമില്ല അവരുടെ കൂട്ടത്തിൽ, ഒന്നുമില്ല അവർക്ക്, മുഴുവനും ബലിയായി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ ഇതിനെയൊക്കെ എനിക്ക് വിളിക്കാൻ ആഗ്രഹം പിച്ചക്കണക്ക് പറയുക എന്നുള്ളതാണ്. പൗരോഹിത്യം എന്ന മഹോന്നതമായ ഒരു വിളി സ്വീകരിച്ചിട്ട് ചുമ്മാ പിച്ചക്കണക്ക് പറയുക, ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് പൗരോഹിത്യത്തിന്റെയും സന്യാസത്തിന്റെയും ശോഭ കെടുത്തുകയാണ്. ഇന്ന് വചനത്തിൽ പറയണത് എന്താണെന്നറിയാവാ? എന്നെ പ്രതി മാതാപിതാക്കന്മാരെയോ മക്കളെയോ നാടിനെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും അത് 100 മടങ്ങായി ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. കർത്താവ് പറഞ്ഞ ഈ വാക്കിനെതിരാണ് നമ്മൾ ഈ പറഞ്ഞു പരത്തണ പിച്ച കണക്കുകൾ എന്ന് പറയുന്നത്. അച്ഛനൊന്നുമില്ല, അയ്യോ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ സഹനങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, കഷ്ടപ്പാടുകളാണ്. അല്ലട്ടാ, പൗരോഹിത്യ ജീവിതമായാലും ക്രിസ്ത്യാനിയുടെ ജീവിതമായാലും ഒരു വലിയ സന്തോഷത്തിന്റെ ജീവിതമാണ്. എന്തുമാത്രം സന്തോഷിക്കാനുള്ള കാരണങ്ങളാവുള്ള ഈ സന്തോഷിക്കാനുള്ള കാരണങ്ങളെ മറന്നു കളഞ്ഞിട്ട് നമ്മൾ പറയണ ഈ പിച്ച കണക്കുണ്ടല്ല, ഇത് കർത്താവിന്റെ വാഗ്ദാനത്തിനെതിരാണ്. നമുക്കുള്ള സന്തോഷത്തെ കുറിച്ച് നമ്മൾ പറ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, എത്ര പേരുണ്ട്, തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഈ പിച്ച കണക്കുകളെ മാറ്റിവെക്കാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.